സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം കടുപ്പിക്കാനൊരുങ്ങിയ ആശാവർക്കർമാർ. ഇന്ന് ആലപ്പുഴ, മലപ്പുറം ജില്ലകളിലും നാളെ കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും കളക്ട്രേറ്റ് ഉപരോധിക്കും. അതേസമയം CITU ആശാവർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിലും ഇതേ സമയത്ത് ബദൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് പ്രശാന്ത് ശങ്കരമംഗലവും ആലപ്പുഴയിൽ നിന്ന് നിഷ ദിലീപും ചേരുന്നു. ആദ്യം നമുക്ക് ആലപ്പുഴയിലേക്ക് പോകാം. നിഷ, നമുക്കറിയാം ആശാവർക്കർമാരുടെ സമരം വലിയ രീതിയിൽ തന്നെ ശ്രദ്ധയാകർഷിച്ചൊരു സംഭവമാണ്. അതുമാത്രമല്ല, അവർ സമരം കടുപ്പിക്കാനൊരുങ്ങി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ന് കളക്ട്രേറ്റ് ഉപരോധമടക്കമുള്ള സമര മാർഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ആലപ്പുഴയിൽ ഏത് രീതിയിലാണ് ആശാവർക്കർമാരുടെ സമരം മുന്നോട്ട് പോകുന്നത്? നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ച് ഉള്ളത് മുൻ MP ആയ ഡോക്ടർ KS മനോജാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇവർ നേരത്തെ തീരുമാനിച്ചിരുന്ന മാർച്ചാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടക്കുന്ന സമരത്തിന്റെ ഭാഗമായി ജില്ലയിലേക്ക് പ്രതിഷേധങ്ങൾ വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യം മാർച്ച് നടത്താനിരുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. അങ്ങനെ ആലപ്പുഴയിൽ ഇന്ന് ആണ് ഇവർ നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ച്. ഈ സമയത്ത് തന്നെ ഇന്നലെ നമ്മൾ വാർത്ത നൽകിയിരുന്നു, ഈ സമരത്തിൽ അല്ലെങ്കിൽ കളക്ട്രേറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ ആശമാർ പോകരുത് എന്ന് ആശാ വർക്കേഴ്സ് യൂണിയൻ CITU വിഭാഗത്തിൽപ്പെട്ട ഗ്രൂപ്പിൽ ഇന്നലെ ശബ്ദ സന്ദേശങ്ങൾ വന്നു. ഗ്രൂപ്പ് അഡ്മിന്മാരായിരുന്നു ഈ സന്ദേശങ്ങൾ നൽകിയത്. ഈ സമരത്തിൽ പങ്കെടുക്കാൻ ആരെങ്കിലും വിളിച്ചാൽ പോകരുതെന്ന കർശന നിർദ്ദേശവും താക്കീതും, ഒപ്പം പോവുകയാണെങ്കിൽ യൂണിയനിൽ നിന്ന് രാജിവെച്ചു പോകണം എന്നതടക്കമുള്ള താക്കീതും ഭീഷണിയും ഒക്കെ ആയിരുന്നു ഈ ശബ്ദ സന്ദേശങ്ങളിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല, ആരെങ്കിലും വിളിച്ചാൽ നിങ്ങൾ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറണം, ഒരു തരത്തിലും മാർച്ചിൽ പങ്കെടുക്കരുത്, മാർച്ച് പൊളിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നു ഈ ശബ്ദ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, CITUവിന്റെ യൂണിയനുള്ള ഗ്രൂപ്പുകളിൽ ഈ ശബ്ദ സന്ദേശം വന്നത്. പക്ഷേ ഇത് പുറത്തായതോടെ, ഈ വാർത്താ മാധ്യമങ്ങൾ നൽകിയതോടുകൂടി ഇതിന് ബദൽ സംവിധാനം, അതായത് ഏത് വിധേനയും ഈ ആശമാർ നടത്തുന്ന കളക്ട്രേറ്റ് മാർച്ച്, ആലപ്പുഴ കളക്ട്രേറ്റിലേക്ക് നടത്തുന്ന മാർച്ച് പൊളിക്കാനായി ഈ സമയത്ത് തന്നെ ബദൽ സമരം തീരുമാനിച്ചിരിക്കുകയായിരുന്നു CITU. പെട്ടെന്ന് തന്നെ ഒരു തട്ടിക്കൂട്ട് സമരമാണ് സംഘടിപ്പിച്ചത്. CITUവിന്റെ സംസ്ഥാന നേതാവായ PP ചിത്തരഞ്ജൻ, ആലപ്പുഴ MLA ആണ്, PP ചിത്തരഞ്ജനാണ് ഈ ബദൽ സമരം എന്ന് പറയുന്നത് ഉദ്ഘാടനം ചെയ്യുന്നത്. അത് നടത്തുന്നത് ആശമാർ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുമ്പോൾ CITU ആശാ വർക്കേഴ്സ് യൂണിയൻ എന്ന പേരിൽ പാസ്പോർട്ട് ഓഫീസിന് മുന്നിലേക്കാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത്. കളക്ടറേറ്റും പാസ്പോർട്ട് ഓഫീസും തമ്മിൽ വെറും 250 മീറ്ററോളം ദൂരം മാത്രമാണുള്ളത്. ഈ മാർച്ച് ഏത് വിധേനയും ആശാ വർക്കർമാർ നടത്തുന്ന അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ആശാ വർക്കർമാർ നടത്തുന്ന മാർച്ച് ഏത് വിധേനയും തകർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഇന്ന് ബദൽ സമരവും അല്ലെങ്കിൽ ബദൽ പ്രതിഷേധവും ഈ ഒരേ സമയത്ത് തന്നെ CPM സംഘടിപ്പിക്കുന്നത്. രോഹിണി. ഓക്കെ, പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. പ്രശാന്ത്, ഈ ജില്ലാ കേന്ദ്രങ്ങളിലെ ഉപരോധം സംഘടിപ്പിക്കുമ്പോൾ സത്യത്തിലൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. അതായത് ഈർക്കിൽ സംഘടന 4, 5, 10 പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ തന്നെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. അതിനൊക്കെ ഉള്ളൊരു മറുപടിയായി കൂടി കാണാം ഈ ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് ആശാ വർക്കർമാർ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സ്വരം. വിവരങ്ങൾ. ഇളമരം കരീമിന്റെ വിമർശനങ്ങൾക്ക് ഇന്നലെ തന്നെ അവർ മറുപടി നൽകിയിരുന്നു. സമരവേദിയിൽ തന്നെ മറുപടി നൽകിയിരുന്നു. ഇത് ഈർക്കിൽ സംഘടനകളല്ല സമരം നടത്തുന്നത് എന്ന് അവർ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. കാരണം മാത്രമല്ല, ആരുടെയും സിംഹാസനങ്ങൾ തകർക്കുവാനോ അല്ലെങ്കിൽ സിംഹാസനങ്ങൾ ഇറക്കുവാനോ ഒന്നും തങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ ആ ആവശ്യങ്ങൾ മാത്രം സാധിച്ചു തന്നത്, ആ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് സമരം ചെയ്തതെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ ഇളമരം കരീമിന്റെ വിമർശനങ്ങൾക്ക് മറുപടിയായി ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു. ഇന്ന് സമരം 18ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ ഫെബ്രുവരി 10-ാം തീയതിയാണ് സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. ആ സമരം ആരംഭിച്ചിന്ന് 18 ദിവസം പിന്നിടുകയാണ്. 18 ദിവസം പിന്നിടുമ്പോഴും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ യാതൊരു പ്രതികരണങ്ങളോ മറുപടിയോ ലഭിക്കുന്നില്ല. ഒരു തവണ വീണ ജോർജ് ആരോഗ്യമന്ത്രിയുടെ ചേംബറിൽ ഒരു യോഗം വിളിച്ചു. ആ യോഗം വിളിച്ചെങ്കിൽ പോലും അതിൽ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാകാത്തതിനെ തുടർന്ന് സമരം തുടരുകയായിരുന്നു. അതിനുശേഷം വളരെയധികം അടക്കം വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞതല്ലാതെ അതിലും ഇവർക്ക് സമരാനുകൂലികൾക്ക് ആനുകൂല്യമായ രീതിയിൽ ഒന്നും നടന്നതുമില്ല. ഇതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമല്ല, തുടർന്ന് ഈ സമരത്തെ തകർക്കുക എന്ന നിലയിലേക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന്
കേസുകളടക്കം എടുത്തുകൊണ്ടൊരു നടപടി ഉണ്ടായിരുന്നു ഈ സമരത്തിൽ പങ്കെടുത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ട്. കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ ഒരു കേസെടുപ്പ് ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ 20-ാം തീയതി ഒരു മഹാസംഗമം സംഘടിപ്പിച്ചു. ആ സംഗമത്തിൽ പങ്കെടുത്ത ഈ സാമൂഹിക നിരീക്ഷകർ അടക്കമുള്ളവരെ ജോസഫ് സി മാത്യുവിനെ 1-ാം പ്രതിയാക്കിക്കൊണ്ട് സമരസമിതിയിലുള്ള ഒരു കണ്ടാലറിയാവുന്ന ഒരു 42 പേരെയും അല്ലാതെ തന്നെയുള്ള 42 പേർക്കെതിരെയും പിന്നെ കണ്ടാലറിയാവുന്ന 1000 പേർക്കെതിരെ കേസെടുത്തിരുന്നു. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്ന് അടക്കമുള്ള നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. മാത്രമല്ല അതോടൊപ്പം തന്നെയാണ് CI2-ന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് ഈ സമരത്തെ തകർക്കുക എന്ന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട നിരന്തരം പ്രസ്താവനകൾ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതോടൊപ്പം മറ്റു രീതിയിൽ സമാന സമരങ്ങൾ ഉണ്ടാക്കുക എന്ന രീതിയിലെല്ലാം നീക്കങ്ങളെല്ലാം നടക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒരു ശക്തമായ മറുപടി എന്ന നിലയിലേക്കാണ് ഇപ്പോൾ അവർ ഈ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രാദേശിക തലങ്ങളിൽ കൂടി സമരം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ നീങ്ങുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് കളക്ടറേറ്റ് ഉപരോധം വെച്ചിരിക്കുന്നത്. ഇന്നും നാളെയുമായിട്ടാണ് 2 സ്ഥലങ്ങളിലായിട്ട്, അത് 4 ജില്ലകളിലായിട്ട് കളക്ടറേറ്റ് ഉപരോധം വെച്ചിരിക്കുന്നത്. ഇന്ന് ആലപ്പുഴയും മലപ്പുറം ജില്ലയിലുമാണെങ്കിൽ നാളെ അത് കോഴിക്കോടും കൊല്ലം ജില്ലകളിൽ കളക്ടറേറ്റിന് മുന്നിൽ ഉപരോധം സംഘടിപ്പിക്കുക എന്നതാണ് ഇവർ ചിന്തിക്കുന്നത്. അതിന്റെ മുന്നൊരുക്കങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമരം കൂടുതൽ ശക്തമാക്കുക എന്നതിന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തെ ആശാവർക്കർമാരെ എല്ലാവരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ മാർച്ച് 3-ാം തീയതി നിയമസഭയിലേക്ക് ഒരു മാർച്ച് കൂടി സംഘടിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ സമരം നടക്കുന്ന കണ്ടോൺമെന്റ് രാപ്പകൽ സമരം നടക്കുന്ന സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ സമാപിക്കുമെന്ന നിലയിലേക്കാണ് ഇപ്പോൾ കൂടുതൽ ശക്തമാക്കുക. അതോടൊപ്പം തന്നെ സർക്കാരിന് ഒരു പ്രതിരോധം തീർക്കുക എന്നതുകൂടി ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ മാർച്ച് കൂടി സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ സമയത്താണ് ഈ സമരത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി CI2 നീങ്ങുന്നത്. സമാനമായ സമരങ്ങൾ, അതായത് ഈ ആശാവർക്കർമാരുടെ CI2 യൂണിയൻ സമാനമായ ഒരു സമരം എടുത്തുകൊണ്ട് ഈ സമരം നടത്തിക്കൊണ്ട് ചില ആനുകൂല്യങ്ങൾ സർക്കാരിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് നിങ്ങളല്ല സമരം നടത്തി, നിങ്ങളുടെ സമരത്തിനല്ല ഈ ആനുകൂല്യങ്ങൾ കിട്ടിയത്, ഞങ്ങൾ സമരരംഗത്ത് ഇറങ്ങിയതോടുകൂടിയാണ് ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ ഉണ്ടാക്കിയെടുത്തത് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമം കൂടി CI2-ന്റെ ഭാഗത്തുകൂടി ഉണ്ടാകുന്നത്. അതാണ് ഈ സമാന സമരം. ഈ ആലപ്പുഴയിലടക്കം ജില്ലാ കളക്ടറേറ്റ് ഉപരോധിക്കുമ്പോൾ സമാനമായ ഒരു സമരവുമായിട്ട് CI2 രംഗത്ത് ഒരു സാഹചര്യം. കാരണം നമുക്കറിയാം, സമരം ചെയ്യുമ്പോൾ CI2 ചെയ്യണം അല്ലെങ്കിൽ അത് ഇടതുപക്ഷം ചെയ്യണം എന്നൊരു തിട്ടൂരം നേരത്തെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഈ ഇടതുപക്ഷത്തെയും അതോടൊപ്പം തന്നെ ഈ ആശാവർക്കർമാരുടെ സമരം ഇടതുപക്ഷത്തെയും CI2-നെയും അടിമുടി ഉലയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സമരരംഗത്തേക്ക് CI2-ന്റെ ഭാഗത്തുള്ള ആശാവർക്കർമാർ പ്രശാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിശ്ചയം വിവരങ്ങൾ ചേർത്ത് വയ്ക്കുകയായിരുന്നു. ഇന്ന് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ മാർച്ച് അടക്കം നടത്തിക്കൊണ്ടാണ്. അതേസമയം CI2-ന്റെ ബദൽ മാർച്ചുമുണ്ട്. എന്താകും നോക്കാം, ബലാബലം സംഭവിക്കുമോ എന്നൊക്കെ.